ഫസ്റ്റ് ഞാനൊരു ചട്ടിയും കുട്ടിയും പെറുക്കി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ എവിടേക്കും അല്ല, നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ടൗണിലോട്ടായിട്ട് ഒരു 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ എനിക്കൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു പാലമാണ് കേട്ടോ, നമ്മുടെ പെരിങ്ങത്തൂർ പാലം. അപ്പോൾ പെരിങ്ങത്തൂർ പാലത്തിൻ്റെ സൈഡിലൊക്കെ അവരിങ്ങനെ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് ഒരു നമ്മുടെ ബോട്ട് ജെട്ടിയൊക്കെ ഇല്ലേ, അതുപോലെ ബോട്ട് ഉണ്ടോയെന്ന് പക്ഷേ എനിക്കറിയില്ല, ബോട്ടില്ലാന്ന് തോന്നുന്നു. ബോട്ട് സർവീസിംഗ് ഒന്നും അവിടെ സ്റ്റാർട്ട് ആയിട്ടില്ല. നമുക്ക് ഫാമിലിക്കൊക്കെ പോയിരിക്കാൻ പറ്റിയൊരു ആംബിയൻസിലാണ് ഞാൻ ഈ വഴിയിലൂടെ പോകുന്നത് കേട്ടോ. ഇതെൻ്റെ വീട്ടിൽ നിന്ന് റോഡിലേക്കുള്ള വഴിയാണ്. എൻ്റെ വീട്ടിൽ മുറ്റത്ത് വരെ എത്തുന്ന വഴിയില്ല, നമുക്കിങ്ങനെ വയലിൽ കൂടെ പോകണം. നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ ഇവൾ ഏത് കുഗ്രാമത്തിലാണ് അല്ലെ പട്ടിക്കാട്ടിലാണെന്ന്. ഞാൻ അങ്ങനെ പട്ടിക്കാട്ടിലൊന്നുമല്ല, പക്ഷെങ്കിൽ എനിക്ക് വഴിയില്ലാന്നേ ഉള്ളൂ. അപ്പം മുഴുവനായിട്ടുള്ള വഴി ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ വേഗം ഞാനും ഇവനും ഏച്ചി ഉണ്ടായിരുന്നു, നമ്മൾ 3 പേരും കൂടെ പോയി ഇത് അവിടെ എത്തിയിട്ടോ. അവിടെ പണ്ടിങ്ങനെ നമുക്ക് ഇറങ്ങുമ്പോൾ ഇത്ര ഒരു സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ചെറിയ ഇടവഴിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് നല്ല റോഡൊക്കെ അവർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ശരിക്കും പോയത്. അവിടെ ഫാമിലീസ് ഉണ്ടാവും, അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചായ, തട്ടുകട, ഈവനിങ് വൈബ്, ഇങ്ങനെയൊക്കെ എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ പോയത് സത്യമായിട്ടും. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ 2 ചെക്കന്മാരും 2 ഇന്ത്യക്കാരും, അതിൽ കൂടുതൽ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഇനി നോമ്പിൻ്റെ സമയം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ലിയാമിനെയും കൂട്ടി വലിച്ച് പോകുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ പുഴ എന്ന് പറഞ്ഞ് ഇതുവരെ വെള്ളം കാണാത്ത പോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, കാരണം കുറച്ച് ഒരു വൈബ്രേഷനുള്ള കൂട്ടത്തിലാണ് കുട്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വെള്ളത്തിലൊക്കെ ചാടി, അല്ലെങ്കിൽ വെള്ളത്തിൽ പുഴയല്ലേ, അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാനുള്ള എന്തെങ്കിലുമൊക്കെ കളിച്ച് കൂട്ടുമോ എന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇവനെയും കൂട്ടി സൈഡിലോട്ട് പോയി. പിന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ വെച്ചാൽ കുറച്ചും കൂടെ സൗകര്യം എങ്ങനത്തെ ആക്കാന്ന് വെച്ചാൽ, നമ്മുടെ മോർണിംഗ് ഒക്കെ വർക്കൗട്ടൊക്കെ ചെയ്യാൻ വരുന്ന ആൾക്കാരില്ലേ, അവർക്ക് പറ്റിയ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ ഫ്രീ ആണ് ഇവിടെ, എനിക്ക് വേറെ എൻട്രി ഫീസൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് സുഖമാണ് രാവിലെ വാക്കിങ്ങിനൊക്കെ പോയി ഇവിടുന്ന് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് വരാം. ഞാൻ ആദ്യം മൂപ്പരി എടുത്ത് കുറച്ച് വർക്കൗട്ടിനൊക്കെ കയറ്റിയിട്ടോ. അപ്പോൾ ഇത് മൂപ്പർക്ക് ആദ്യം വലിയ പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് തുടങ്ങിയപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി, എന്താ സംഭവം എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ഏകദേശം കിട്ടി. അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ നിന്നുള്ള കളികളായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതിപ്പോൾ പെട്ടെന്നൊന്നും തിരിച്ചു വരാനുള്ള സാധ്യതയില്ല എന്ന്. പിന്നെ ഇവനെ ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാന്നുള്ള രീതിയിലാണ് ഞാൻ കൂട്ടിയിട്ട് വന്നത്. അപ്പോൾ നമുക്കൊരു രസമല്ലേ, വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ കുട്ടികളോടൊക്കെ പോയി ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ, അത് തൊട്ടടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു സ്പോട്ട് ഇല്ല ആക്ച്വലി. അപ്പം കണ്ടപ്പോൾ രസം തോന്നി. നമ്മൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പാലമുണ്ട് കേട്ടോ, പെരിങ്ങത്തൂർ പാലം ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ ആ പാലത്ത് കൂടെ പോകുന്ന സമയത്ത്, ബസ്സിൽ പോകുന്ന സമയത്ത് ഞാനിത് കാണാറുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ എന്താ സെറ്റപ്പ് സംഭവം എന്ന് ഞാൻ വന്ന് നോക്കിയിട്ടില്ല. കുറച്ച് കാലമായി ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട്. പണ്ട് പഠിക്കുന്ന ടൈമിലൊക്കെ എപ്പോഴും ഇതിലൂടെ പോകുന്നതാണ്, ആ ബസ്സിൽ കൂടെ ഒക്കെ പോകുന്നതാണ്. ഇപ്പം അങ്ങനെ പോകാറില്ല. അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് കളിച്ചിട്ട് നേരത്തെ ഉള്ളിലേക്ക് ഇറങ്ങി. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു എൻട്രൻസും വ്യൂ ഒക്കെ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇരിക്കാനും നിൽക്കാനൊക്കെ ഉള്ള നല്ല സൗകര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്തെയ്തെന്ന് വെച്ചാൽ, ഇവനെ ഒന്ന് പിടിച്ചിരുത്താൻ വേണ്ടി എന്തെങ്കിലും വാങ്ങി ബാഗിലുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കാര്യമായിട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ജംസ് വാങ്ങി ബാഗിലിട്ടു. പിന്നെ നമ്മൾ 2 പേരും കൂടി അവിടെ നിന്ന് ജംസ് തിന്നുന്നുണ്ട്. പത്തരപ്പാടിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ജംസ് തിന്നുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഓരോന്ന് താഴെ പോകുന്നുണ്ട്. പിന്നെയും അവിടെ നിന്ന് ഇങ്ങനെ തിന്നാണ്. കുറച്ച് സമയം അവിടെ അടങ്ങിയിരിക്കല്ലോ എന്ന് വിചാരിച്ച്. സാധാരണ എന്തെങ്കിലും തിന്നുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ അടങ്ങിയിരിക്കുക, പ്രത്യേകിച്ച് കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം അവിടെ അമർത്തി ഇരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജംസും വാങ്ങി വന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് സെറ്റാക്കി. പിന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് നമ്മളൊരു ചായക്കട, ഒരു തട്ടുകട ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ പാലം, ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ നമ്മളെ ബസ് പോകുന്നത്, തൊട്ടിൽപ്പാലം തലശ്ശേരി ബസ്സൊക്കെ ആ പാലത്തിൻ്റെ മുന്നിൽ കൂടെ പോകും. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല സെറ്റാണ്, വൈബാണ്. പക്ഷേ ഹാൻഡിലൊന്നും ഇല്ല. അപ്പോൾ കുട്ടികളായിട്ട് വരുമ്പോൾ വളരെ നമ്മൾ കെയർ ചെയ്യണം. കുട്ടികളെ അപ്പാട് ഇങ്ങനെ കൈവിട്ട് വിടാൻ പാടില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് കണ്ട്. അവിടെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരുന്നു, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഭയങ്കര നീറ്റുണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നും വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, കുറേ വേസ്റ്റ് ബിൻ ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ പറഞ്ഞു വന്നാൽ നമുക്ക് പിന്നെ ചായ കുടിക്കാൻ വേണ്ടി നമുക്ക് ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ നടന്നാലോ. കാരണം പാലത്തിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറേ തട്ടുകടകളുണ്ട്, അതെനിക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം അങ്ങ് നടന്നു, എന്നിട്ട് ഇത് തട്ടുകടയിലേക്ക് പോയിട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഫസ്റ്റത്തെ തട്ടുകടയിൽ വലിയ കടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അപ്പുറത്തോട്ട് പോയി എന്താ സ്ഥിതി എന്ന് അറിയാൻ. പിന്നെ നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ടോന്നൊന്നും അറിയില്ല, അതിന് ഒരുപാട് കടികളും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കടികൾ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇതിൻ്റെയൊക്കെ സ്ഥിതി എന്താണെന്ന് അറിയില്ല, അവരെന്തൊക്കെ ചുടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്നിട്ടില്ലേ പഴംപൊരിയും മുളക് ബജിയും ഉഴുന്നുപൊടിയും ഒരു മക്രോണിയുടെ ലെയറുമാണ് മേടിച്ചിട്ടോ. 2 ചായയും കൂടെ മേടിച്ചു. എല്ലാം ഭയങ്കര തണുത്തിരിക്കുന്നതുകൊണ്ട് ഒരുപാടൊന്നും മേടിച്ചില്ല. പിന്നെ വീട്ടിലേക്ക് ഒരു 2-3 കടികളും കൂടെ മേടിച്ച് പോകുന്ന വഴിക്ക് ലിയാമിനൊരു കാറും വാങ്ങാൻ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു. അപ്പോൾ തന്നെ സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പിതാശ്രീ വല്ലതും പറയൂല്ലോ എന്നൊരു ചെറിയൊരു വൈക്ലഭ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോൾ പിന്നെ ലിയാമ ഫുള്ള് കാർ കൊണ്ടുള്ള കളികളായിരുന്നു. അപ്പം നമ്മൾ കുട്ടികൾ അങ്ങനെ തന്നെ അല്ലേ, പുതിയൊരു ടോയ് ഇട്ട ഭയങ്കര കളികളായിരിക്കുമല്ലോ അല്ലേ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവൻ എന്തൊക്കെയാണ് കാറിനെ പറ്റി പറയുന്നതെന്നുള്ളത് കേട്ടോ. വാ, കാർ ഇഷ്ടപ്പെട്ടിനോ ചോദിക്കും, കുറച്ച് ഒച്ചത്തിൽ ചോദിക്കും, കേൾക്കൂലേ ഇവർ.
അപ്പൊ മേമേന്റെ വീഡിയോ കാണണേ പറ. ഓക്കെ ബൈ. ഒരു ഫ്ലൈങ് കിസ് കൊടുത്തോ.